അഘോരികളുടെ നിഗൂഢ ജീവിതം പങ്കുവയ്ക്കുന്ന കോഴിക്കോട്ടെ ഡിജിറ്റൽ ഫോട്ടോ എക്സിബിഷൻ പകർന്നു നൽകുന്നത് നാം ഇതുവരെ കേട്ട അറിവല്ല. അതിനുമപ്പുറം അഘോരികളുടെ യഥാർത്ഥ ജീവിതം പങ്കുവയ്ക്കുകയാണ്. നരഭോജികളല്ല, അഘോരികൾ. അവരെക്കുറിച്ച് യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടുള്ള കഥകളാണ് ലോകം മുഴുക്കെ പരക്കുന്നത് എന്ന് ഫോട്ടോഗ്രാഫർ അൻസിദ് വാരണാസിയിലെ കാഴ്ചകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. അസാധാരണ ആചാരരീതികളിൽ മുഴുകി ജീവിക്കുന്നതും എന്നാൽ പുറം ലോകവുമായി വലിയ ബന്ധമില്ലാത്തവരുമായ അഘോരികളുടെ അപൂർവ ചിത്രങ്ങളാണ് അൻഷാദ് ഗുരുവായൂരിന്റെ ക്യാമറ പകർത്തിയിരിക്കുന്നത്. വാരണാസിയിലെ അഘോരി ജീവിതം പുറം ലോകത്ത് നിഗൂഢതകളുടെയും അതിമാനുഷികതയുടെയും ദുർമന്ത്രവാദങ്ങളുടെയും നരഭോജികളുടെയും കഥയായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ വാരണാസി സന്ദർശിച്ച നാളുകളിൽ പകർത്തിയെടുത്ത അപൂർവ ചിത്രങ്ങളിലൂടെ അവരുടെ യഥാർത്ഥ കഥ പറയുകയാണ് അൻഷാദ്. ഹരിശ്ചന്ദ്രന്റെ പിൻതലമുറക്കാരായ അഘോരികൾ കെട്ടുകഥകളിലെ നരഭോജികളല്ല. ധ്യാന പ്രോസസ്സിങ്ങിലൂടെ ഒക്കെയാണ് ഇവര് ഈ അഘോരി എന്നുള്ളത് കൈവരിക്കുന്നത്. അമാനുഷിക ശക്തികളുള്ള വ്യക്തികളാണ് ഇവർ. ഡെഡ് ബോഡികളിൽ നിന്നും കിട്ടുന്ന സ്കെൽസും പിന്നെ അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൻ്റെ ജീർണിച്ച അവയവങ്ങളൊക്കെയാണ് ഇവർ ഈ ബ്ലാക്ക് മാജിക് പോലുള്ള അല്ലെങ്കിൽ അവരുടെ പൂജാകർമ്മങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. പൊതുവെ നമ്മൾ അറിയുന്നത് അഘോരികൾ മാംസം ഭക്ഷിക്കുന്നവരാണ്. അവർ നമ്മുടെ ജഡം സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ആത്മാക്കളായിട്ട് സംവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ ജഡം കത്തിക്കുന്ന സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുകയും അവിടെ മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുന്നത്. ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദാം ആർട്ട് ആൻഡ് ആന്റിക് ഗാലറിയിലാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി പ്രദർശനം. 16 ദിവസം വാരണാസിയിൽ ചിലവഴിച്ചാണ് ചിത്രങ്ങൾ എടുത്തത്. നിഗൂഢ ജീവിത രീതികളുള്ള അഘോരി സന്യാസി സമൂഹത്തിന്റെ കഥ പറയുന്ന ഫോട്ടോ പ്രദർശനത്തിന് കഞ്ചാവടക്കമുള്ള ലഹരികളിൽ നിന്നും ദുരാചാരങ്ങളുടെ പിടിയിൽ നിന്നും യുവതലമുറയെ മോചിപ്പിക്കുകയെന്ന ലക്ഷ്യം കൂടിയുണ്ട്. നമ്മുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ജനതനെ സൃഷ്ടിച്ചെടുക്കുക, അതിലൂടെ ഒരു സമൂഹത്തിനെ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമ്മുടെ കഫയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കൾച്ചറൽ ആർട്ട് നമ്മളിവിടെ റീപോർട്രേറ്റ് ചെയ്യുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.